ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ വീടിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഈ വീട്ടിൽ ആദ്യമായിട്ട് കാണുന്നവർക്ക് മനസ്സിലാവില്ല എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കണത് എന്നുള്ളത്. ഇവിടെ വീടിൻ്റെ ഭാഗം തിരിക്കാൻ വേണ്ടിയിട്ടാണ് പോണത്. ഫ്രണ്ട് സൈഡ് ബാക്കിലേക്കും ബാക്ക് സൈഡ് ഫ്രണ്ടിലേക്കും ആക്കാണ് ചെയ്യണത്. അപ്പോൾ നമ്മളെ വീട്ടിൽ ഓൾറെഡി ഉണ്ടായ സാധനങ്ങളൊന്നും മോശമാവാത്തതൊക്കെ നമ്മൾ ഇപ്പോൾ എടുക്കുന്ന നമ്മുടെ ഈ ഒരു വീട്ടിൻ്റെ ബാക്കി പണികൾക്കൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ ആദ്യം ഉണ്ടായിട്ടുള്ള ഇഷ്ടിക, ഇതുപോലെ ഗ്രിൽസ്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ളതൊക്കെ ഈ ഒരു വീടിൻ്റെ വീഡിയോ ഒക്കെ കറക്റ്റ് കാണാൻ വേണ്ടിയിട്ട് എൻ്റെ റാസിക്ക അവിടെ വെയിറ്റിംഗ് ആണ്. അപ്പോൾ എന്നോട് ചോദിക്കും, നീ എന്താ വീഡിയോ ഇടാത്തത്, വീടിൻ്റെ കാണണ്ടേ, എന്തായി എന്നൊക്കെ. കാരണം അവർ വീഡിയോ കോൾ ചെയ്യുന്ന സമയത്ത് താഴെ വന്നിട്ട് കാണിച്ചു കൊടുക്കലൊന്നുമില്ല, ഇങ്ങനെ വീഡിയോയിൽ കാണുന്നത് തന്നെയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ കിച്ചൺ വരുന്നത് ഈ ഒരു ഏരിയയിലാണ്. അപ്പോൾ ഇവിടെ 2 പാർട്ടീഷനായിട്ട് കൊടുത്തിട്ടുണ്ട് തറ. അപ്പോൾ തറ ഇനി ഇവർ ഈ ഉള്ളിലത്തെ മണ്ണും പൊടിയൊക്കെ ഇട്ടിട്ട് തറ നിറക്കും. ഇങ്ങനെ കൊടുത്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഉമ്മാക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് ഒരു ഏരിയ നമ്മുടെ ഡൈനിങ് ഏരിയ പോലെ കൊടുക്കാനും, മറ്റേ ഭാഗത്ത്, അതായത് ഈ ഒരു ഭാഗം ഡൈനിങ് ഏരിയയും മറ്റേ ഭാഗം നമ്മുടെ അടുപ്പും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു ആർച്ച് ഇനി കട്ട് ചെയ്യും അവർ. എന്നിട്ട് ഇവിടെ ഒരു കട്ടില വെച്ച് ഇവിടെ ഒരു ഡോറ് സെറ്റാക്കും. ഇനി നമ്മൾ കിട്ടുന്ന ഈ ഒരു ഏരിയ ഇവിടെ നമ്മൾ ഭാവിയിൽ ഒരു മോഡേൺ കിച്ചണ് പോലെ കബോർഡൊക്കെ വെച്ചിട്ടുള്ള ഒരു കിച്ചണാക്കാൻ വേണ്ടിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ പണികളൊന്നും ഇവിടെ ചെയ്യുന്നില്ല. ഇൻഷാ അല്ലാ ഇനി കുറച്ച് നാളൊക്കെ കഴിഞ്ഞാൽ ഇങ്ങനെ കബോർഡൊക്കെ സെറ്റ് ചെയ്യണമെന്നാണ്. കാരണം നമുക്ക് സ്റ്റോർ റൂം ഇനി ഉണ്ടാവില്ല. ഇവിടെ കൊടുത്തിട്ടുള്ള ഈ ഒരു വാള് നമ്മളിങ്ങനെ ഓപ്പണായിട്ട് തന്നെ കൊടുക്കുകയാണ്. ഇവിടെ പടികളോ ഡോറോ ഒന്നും തന്നെ ഇല്ല, ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇവിടാണ് ചെയ്യണത്. ഇതാണ് നമ്മുടെ പഴയ സിറ്റ് ഔട്ട്. ഇതിപ്പോൾ ഒരു മോഡേൺ കിച്ചണ് പോലെ ചെയ്യണം. ഇവിടെ താഴെ ടോട്ടൽ 3 റൂമാണുള്ളത്. 2 റൂം ഇതും, പിന്നെ വരുന്നത് ഈ ഒരു കബോർഡിൻ്റെ ഈ ഒരു സൈഡിൽ കിട്ടിയിട്ടുള്ള ഈ ഒരു റൂം. ഇത് നമ്മൾ ഇനി ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു ലിവിങ് ഏരിയ പോലെ ചെയ്യാനാണ് പ്ലാന്. അതുകൊണ്ട് തന്നെ ഈ ഒരു കബോർഡിൻ്റെ ഭാഗം വരെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ലിവിങ് ഏരിയ വരുന്നത്, ലിവിങ് ഏരിയയിലേക്ക് കയറി വരേണ്ടത് നമ്മുടെ പഴയ സ്റ്റോർ റൂമിൽ നിന്നാണ്. അപ്പോൾ സ്റ്റോർ റൂമിൻ്റെ ഒരു ഭാഗമാണിത്. ഇതിവിടെ ഇങ്ങനെ കട്ട് ചെയ്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ പറുകോള കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇനി നമ്മൾ ലിവിങ് ഏരിയയിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് പുറത്തേക്ക് പോകാനുള്ള വഴി കിട്ടുന്നത് നമ്മുടെ പഴയ സ്റ്റോർ റൂമിൻ്റെ ഈ ഒരു സൈഡിൽ നിന്നാണ്. അപ്പം അപ്പുറം കാണുന്ന ഡോറ് മുട്ടിക്കും, അവിടെ കല്ല് വെച്ചിട്ട് അടക്കും. കാരണം അപ്പുറത്ത് കിട്ടുന്നത് വേറൊരു റൂമാണ്, അത് ഞാൻ പറഞ്ഞു തരാം. അപ്പം ഇപ്പം ഇങ്ങനെയാണുള്ളത്. ഇത് നമ്മുടെ ലിവിങ് ഏരിയയിൽ നിന്ന് സെൻട്രലിലേക്ക് പോകേണ്ടതും ഇത് നമുക്ക് ലിവിങ് ഏരിയയിലേക്ക് കയറാനുള്ളതുമാണ്. ഞാനിങ്ങനെ നല്ല കൂളായിട്ട് വീഡിയോ എടുക്കുന്ന സമയത്ത് ഇവിടെ മുകളിൽ ഇരുന്നിട്ട് ഒരാൾ എല്ലാം കാണുന്നുണ്ടായിന്. ലാസ്റ്റായിരുന്നു ഞാൻ കണ്ടത്. പെട്ടെന്ന് കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. അപ്പോൾ ഇതാണ് നമ്മുടെ കിച്ചണ് ഉണ്ടായിട്ടുള്ളത്. ഈ ഒരു കിച്ചണിൻ്റെ കൗണ്ടർ ടോപ്പും അതുപോലെ തന്നെ പിന്നെ തട്ടികളും ഒക്കെ പൊട്ടിച്ച്, ഡോറിൻ്റെ ഏരിയയും ഒക്കെ പൊട്ടിച്ചിട്ടുണ്ട്. അപ്പം ഇനി ഈ ഒരു കിച്ചണ് ഒരു റൂമാക്കി മാറ്റാണ്. അപ്പോൾ ഇവിടെ റൂം പ്ലസ് ഒരു അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് ചെയ്യണത്. ഇത് അവരുടെ നമ്മൾ ആദ്യം യൂസ് ചെയ്തിട്ടില്ല, ആദ്യം ഉണ്ടായിട്ടുള്ള അടുപ്പാണ്. അതിനെ പൊട്ടിച്ചിട്ട് ഒരു കബോർഡാക്കും. ഇതാണ് ബാത്റൂം. അപ്പം ഇവിടെ കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഏരിയ നമുക്ക് പുറത്തുനിന്ന് മാത്രമേ കണ്ടാലും മനസ്സിലാവുള്ളൂ. ഇത് നമ്മൾ അറ്റാച്ച്ഡ് ബാത്റൂമിൻ്റെ ആ ഒരു ഭാഗമാണ്. അങ്ങനെ ഇവിടെ ഈ ഒരു സൈഡിൽ നമ്മളെ സിറ്റ് ഔട്ട് വരുന്ന ഏരിയയിൽ പകുതി ഭാഗം ഉമ്മാൻ്റെ ബാത്റൂമിൻ്റെ ആ ഒരു ഏരിയ ആയിട്ട് പോകും. ബാക്കി ഭാഗമാണ് നമുക്ക് സിറ്റ് ഔട്ടായിട്ട് കിട്ടൽ. ഇപ്പുറത്തെ സൈഡിൽ ഇന്നും കട്ട് ചെയ്യാനുണ്ട് അത്രേ, അത് ലാസ്റ്റേ ചെയ്യുമെന്നാണ് പറഞ്ഞത്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, ഈ ഒരു അവർ കിട്ടുന്ന ഏരിയ ബാത്റൂമിൻ്റെ ഭാഗമാണ്. അപ്പോൾ അത്രയും ബാത്റൂം വരും. ഈ ഒരു ഭാഗം ഇവിടുന്ന് തൊട്ട് ഇപ്പുറത്തേക്ക് വരുന്ന ഭാഗം ഈ ഒരു സൈഡ് പൊളിക്കാനുണ്ട്. ഈ ഒരു ഭാഗം നമുക്ക് സിറ്റ് ഔട്ടായിട്ടും കിട്ടും. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ ഇപ്പോഴത്തെ വീടിൻ്റെ സിറ്റുവേഷൻ ഉള്ളത്. വേറെയും കുറേ പണികളൊക്കെ ഇവിടെ ഇന്നും ബാക്കിയുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.
വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാ അടുത്തൊരു വീഡിയോ